ക്ലാസ് 2 ഇന്റഗ്രേഷൻ ഡേ 1 ഓണം എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. നമ്മൾ ഇന്ന് നോക്കുന്നത് അതിലെ പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്നാണ്. ഇവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്. കഥ വായിക്കാം, ചുവടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ഉത്തരം എഴുതുക എന്നുള്ളതാണ് കേട്ടോ പ്രവർത്തനം. അപ്പൊ നമുക്ക് കഥ വായിച്ചാലോ. ഈ മഴയത്ത് എങ്ങനെയാ തേൻ കുടിക്കാൻ പോവുക? അമ്മ പൂമ്പാറ്റ പറഞ്ഞു. വിശന്നിട്ടു വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തു നിൽക്കാം. കുഞ്ഞു പൂമ്പാറ്റകൾ അമ്മയോട് പറഞ്ഞു. മുറ്റത്തെ പൂന്തോട്ടത്തിലെ പൂക്കൾ തലയാട്ടി വിളിച്ചു. മഴ കുറഞ്ഞല്ലോ മക്കളെ, വേഗം വരൂ, നമുക്ക് തേൻ കുടിക്കാം. അമ്മ പൂമ്പാറ്റയുടെ പിന്നാലെ കുഞ്ഞു പൂമ്പാറ്റകൾ തേൻ കുടിക്കാൻ പൂന്തോട്ടത്തിലെത്തി. നേരം വൈകി, വേഗം കുടിച്ചോളൂ. പെട്ടെന്ന് നേരം ഇരുട്ടി. കുഞ്ഞു പൂമ്പാറ്റകൾ കരയാൻ തുടങ്ങി. ഇനി നമ്മൾ എങ്ങനെയാണ് വീട്ടിലെത്തുക? ഇത് കണ്ട മിന്നാമിനുങ്ങ അവരോട് പറഞ്ഞു. വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ വീട്ടിലെത്താൻ സഹായിക്കാം. എന്റെ പിന്നാലെ വന്നോളൂ. മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിൽ പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പറന്നുപോയി. ഇതാണല്ലേ കഥ. എന്താണ്, നല്ലൊരു മഴ പെയ്യുന്ന ദിവസമാണല്ലേ. അപ്പൊ അമ്മ പൂമ്പാറ്റയ്ക്കും കുഞ്ഞു പൂമ്പാറ്റകൾക്കും തേൻ കുടിക്കാൻ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. മഴയത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതിന്റെ ചിറകെല്ലാം നനയില്ലേ? അപ്പൊ അതിന് പറക്കാൻ കഴിയോ? ഇല്ല അല്ലെ. അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെ നിൽക്കുകയായിരുന്നു അല്ലെ. കുഞ്ഞു പൂമ്പാറ്റകൾക്കാണെച്ചാലോ വിശന്നിട്ട് വയ്യായിരുന്നു അല്ലെ. അവരെന്നാലും കുറച്ചു നേരം കാത്തു നിൽക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ, മഴ നിൽക്കാനായിട്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ നിന്നു അല്ലെ. അപ്പൊ അമ്മ പൂമ്പാറ്റയും കുഞ്ഞു പൂമ്പാറ്റകളും എങ്ങോട്ടാ പോയേ? പൂന്തോട്ടത്തേക്ക് പോയി അല്ലേ. എന്തിനു വേണ്ടിയിട്ടാ? പൂക്കളിലെ തേൻ കുടിക്കാൻ. എന്നിട്ടപ്പൊ അമ്മ പൂമ്പാറ്റ പറയാണ്, വേഗം കുടിച്ചോളൂ. എന്താണ്, നേരം വൈകി എന്ന് പറയാണ് അല്ലെ. പെട്ടെന്ന് അപ്പൊ നേരം ഇരുട്ടി കേട്ടോ. ഇരുട്ടിക്കഴിഞ്ഞാല് പിന്നെ പൂമ്പാറ്റകൾക്ക് കണ്ണ് കാണോ? ഇല്ല അല്ലെ. അപ്പൊ അവൾക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴി കാണില്ല. അപ്പൊ കുഞ്ഞു പൂമ്പാറ്റകളെല്ലാം കരയാൻ തുടങ്ങി കേട്ടോ. അപ്പൊ ഇത് കേട്ടിട്ട് ആരാ അവിടെ വന്നത്? മിന്നാമിനുങ്ങ് വന്നു അല്ലെ. മിന്നാമിനുങ്ങ് എന്നിട്ട് എന്താ അവരോട് പറഞ്ഞത്? വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞു അല്ലെ. അവന്റെ പിന്നാലെ പൊയ്ക്കോളാനും പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? കുഞ്ഞു പൂമ്പാറ്റകളും അതുപോലെ തന്നെ അമ്മ പൂമ്പാറ്റയും മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തില് വീട്ടിലേക്ക് പറന്ന് പോയി. ഇതാണല്ലേ കഥ. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. കഥ വായിച്ചല്ലോ, താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ നോക്കല്ലേ. ഒന്നാമത്തെ ചോദ്യം, ആരാണ് പൂമ്പാറ്റകളെ വീട്ടിലെത്താൻ സഹായിച്ചത്? ആരാ സഹായിച്ചത്? മിന്നാമിനുങ്ങ് അല്ലേ. അപ്പൊ മിന്നാമിനുങ്ങ് എന്ന് എഴുതാ കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നേരം ഇരുട്ടിയപ്പോൾ കുഞ്ഞു പൂമ്പാറ്റകൾ എന്താണ് ചെയ്തത്? അപ്പൊ ഇരുട്ടായി എന്ന് കണ്ടപ്പോ കുഞ്ഞു പൂമ്പാറ്റകൾ എന്താ ചെയ്തത്? അവര് കരയാൻ തുടങ്ങി അല്ലേ. കരയാൻ തുടങ്ങി. മൂന്നാമത്തെ ചോദ്യം, വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തിരിക്കാം. ഇത് പറഞ്ഞത് ആരാണ്? മഴ പെയ്തോണ്ടിരിക്കുകയാണ്, എങ്ങനെ തേൻ കുടിക്കാൻ പോകും എന്ന് അമ്മ പൂമ്പാറ്റ പറഞ്ഞപ്പോൾ വിശന്നിട്ട് വയ്യ എന്ന് പറഞ്ഞത് ആരാ? കുഞ്ഞു പൂമ്പാറ്റകള് അല്ലേ. അപ്പൊ കുഞ്ഞു പൂമ്പാറ്റകൾ എന്ന് എഴുതാ കേട്ടോ. നാലാമത്തെ ചോദ്യം, എങ്ങനെയാണ് പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പോയത്? എങ്ങനെയാ തിരിച്ചു വീട്ടിലേക്ക് പോയത്? നേരം ഇരുട്ടിയിരുന്നു അല്ലെ, വെളിച്ചം ഉണ്ടായിരുന്നില്ല. ആരുടെ വെളിച്ചത്തിലാ പോയത്? മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിൽ പറന്നുപോയി അല്ലെ. എങ്ങനെയാണ് പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പോയത്? മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിൽ എന്ന് എഴുതിയാൽ മതി കേട്ടോ. അവസാനത്തെ ഒരു ചോദ്യം കൂടിയുണ്ട് കേട്ടോ. താഴെ കൊടുത്ത പേരുകളിൽ ഈ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പേര് തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ്. ഇവിടെ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കഥയ്ക്ക് പറ്റിയ പേര് ഏതാന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക കേട്ടോ. മഴക്കാലം, പൂന്തോട്ടം, മിന്നാമിനുങ്ങിന്റെ സഹായം, തളിരിലകൾ. ഇതിലെ ഏറ്റവും ഈ കഥയ്ക്ക് പറ്റിയ പേര് ഏതാണ്? മിന്നാമിനുങ്ങിന്റെ സഹായം അല്ലേ. അപ്പൊ മിന്നാമിനുങ്ങിന്റെ സഹായം എന്ന് എഴുതാ കേട്ടോ. പ്രവർത്തനം 2, സംഭാഷണം. പൂന്തോട്ടത്തിൽ എത്തിയ മിന്നാമിനുങ്ങും കുഞ്ഞു പൂമ്പാറ്റയും എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും? സംഭാഷണം എഴുതുക എന്നാണ് കേട്ടോ. അപ്പൊ കുഞ്ഞു പൂമ്പാറ്റയും അതുപോലെ തന്നെ മിന്നാമിനുങ്ങും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. മിന്നാമിനുങ്ങ എന്തോ ചോദിക്കുന്നുണ്ട്. എന്താ കരയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുഞ്ഞു പൂമ്പാറ്റ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് എഴുതാ. ബാക്കി നമ്മൾ എഴുതണം കേട്ടോ. അപ്പൊ എന്തായിരിക്കും കുഞ്ഞു പൂമ്പാറ്റ പറഞ്ഞിട്ടുണ്ടാവുക? എന്തിനാ കുഞ്ഞു പൂമ്പാറ്റകൾ കരയുന്നത്? നേരം ഇരുട്ടി, ഞങ്ങൾ എങ്ങനെ വീട്ടിൽ പോകും? അതോർത്ത് കരഞ്ഞതാ എന്നായിരിക്കും അല്ലെ കുഞ്ഞു പൂമ്പാറ്റ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ മിന്നാമിനുങ്ങ എന്താ മറുപടി പറയാ? എന്താ പറഞ്ഞത്? വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നല്ലേ. അതവിടെ എഴുതാ കേട്ടോ. അപ്പൊ കുഞ്ഞു പൂമ്പാറ്റ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? നീ എങ്ങനെ സഹായിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടാവൂ അല്ലെ. അപ്പൊ മിന്നാമിനുങ്ങ എന്താ പറയാ? എന്റെ വെളിച്ചത്തിൽ പിന്നാലെ പോന്നോളൂ എന്നായിരിക്കും അല്ലെ. അവസാനം കുഞ്ഞു പൂമ്പാറ്റ അപ്പൊ എന്താ പറയാ? സഹായിച്ചില്ലേ മിന്നാമിനുങ്ങ. അപ്പൊ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? നന്ദി പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നന്ദി മിന്നാമിനുങ്ങേ എന്ന് പറഞ്ഞിട്ട്
പൂർത്തിയാക്കുക കേട്ടോ. മൂന്നാമത്തെ പ്രവർത്തനം ഡയറി എഴുതാം എന്നാണ്. അമ്മ പൂമ്പാറ്റയും കുഞ്ഞുങ്ങളും സുരക്ഷിതമായി വീട്ടിലെത്തി. ഉറങ്ങുന്നതിന് മുമ്പ് അമ്മ പൂമ്പാറ്റ ഡയറി എഴുതുവാൻ തുടങ്ങി. അവൾ എന്തായിരിക്കും എഴുതിയത്? ഡയറി എഴുതുക. അപ്പൊ അമ്മ പൂമ്പാറ്റ എഴുതാൻ ഇടയുള്ള ഡയറിയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അന്ന് ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ആ കഥയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡയറി എഴുതാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡയറി എഴുതുന്ന സമയത്ത് എന്തെഴുതണം? തീയതിയും ദിവസവും എഴുതണം അല്ലേ? എന്നിട്ട് നമ്മൾ എങ്ങനെയാ എഴുതുക? ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു എന്ന് എഴുതാം അല്ലെ ആദ്യം തന്നെ. പിന്നെ എന്തെഴുതാം? കുഞ്ഞുങ്ങൾക്ക് വിശന്ന് വയ്യാതായി. മഴ നിൽക്കാതെ തേൻ കുടിക്കാൻ പോകാൻ പറ്റില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചു. അപ്പോഴേക്കും മഴ തോർന്നു. കുഞ്ഞുങ്ങളെയും കൂട്ടി പൂന്തോട്ടത്തിലേക്ക് പോയി. പെട്ടെന്ന് നേരം ഇരുട്ടി. അവർ ഉറക്കെ കരയാൻ തുടങ്ങി. ഒരു മിന്നാമിനുങ്ങ് ഞങ്ങളെ വീട്ടിലെത്താൻ സഹായിക്കാമെന്നു പറഞ്ഞു. അവന്റെ വെളിച്ചത്തിന്റെ പിന്നാലെ പറന്ന് ഞങ്ങൾ വീട്ടിലെത്തി. കുട്ടികൾക്കെല്ലാം സന്തോഷമായി. ഇങ്ങനെ എഴുതാ കേട്ടോ. ആ കഥയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അത് നോക്കി എഴുതിയാൽ മതി. പ്രവർത്തനം 4 ജലസ്രോതസ്. കുഞ്ഞനാമയുടെ വിളിക്കേട്ടാണ് പൂമ്പാറ്റകൾ ഉണർന്നത്. ഇന്നലെ ശക്തമായ മഴയിൽ എന്റെ താമസ സ്ഥലം നിറഞ്ഞു. നമുക്ക് കാണാൻ പോയാലോ? പൂമ്പാറ്റകൾ കുഞ്ഞനാമയോടൊപ്പം അവിടേക്ക് പോയി. രാവിലെ വന്ന് കുഞ്ഞനാമ വിളിക്കുമ്പോഴാണ് അല്ലെ പൂമ്പാറ്റകൾ ഉണർന്നത്. കുഞ്ഞനാമയുടെ താമസ സ്ഥലം നിറഞ്ഞു, കാണാൻ വരുന്നോ എന്ന് ചോദിച്ചിട്ട് വന്നിരിക്കുകയാണ് അല്ലെ. പൂമ്പാറ്റകളും കുഞ്ഞനാമയും കൂടിയും അവിടേക്ക് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിത്രത്തിൽ കാണുന്നത് ഏത് ജലസ്രോതസ്സാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ്? കുളമാണ് അല്ലെ. അപ്പൊ കുളം എന്ന് എഴുതുക കേട്ടോ. ഇനി അതിൽ തന്നെയുള്ള രണ്ടാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തവയിൽ നിന്നും ജലസ്രോതസ്സുകൾ വരച്ചു യോജിപ്പിക്കുക എന്നതാണ് കേട്ടോ. നടുക്ക് നമുക്ക് ജലസ്രോതസ് എന്ന് എഴുതി ബോക്സിലാക്കി തന്നിട്ടുണ്ട് അല്ലെ. ചുറ്റും തന്നിരിക്കുന്നത് ഏതൊക്കെയാ നോക്കാം. ആദ്യത്തെ മഴവില്ലാണ്. മഴവില്ലൊരു ജലസ്രോതസ്സാണോ? അല്ല. അടുത്തത് കാറ്റാണ്, ജലസ്രോതസ് അല്ല. അടുത്തത് തോടാണ്, തോട് ജലസ്രോതസ്സാണ്. അടുത്തത് മിന്നലാണ്, മിന്നൽ ജലസ്രോതസ് അല്ല. ആമ്പല് ജലസ്രോതസ് അല്ല. അടുത്തത് പുഴയാണ്, ജലസ്രോതസ്സാണ്. അടുത്തത് കടലാണ്, ജലസ്രോതസ്സാണ്. അടുത്തത് കാടാണ്, ജലസ്രോതസ്സാണോ? അല്ല. തടാകം ജലസ്രോതസ്സാണ്, വരയ്ക്കുക. മരം ജലസ്രോതസ്സാണോ? അല്ല. അടുത്തത് കിണറ് ഒരു ജലസ്രോതസ്സാണ് അല്ലെ. അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്കറിയാവുന്ന ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതുക എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കിണറിനെ കുറിച്ച് എഴുതാം, അല്ലെങ്കിൽ തോട്, തടാകം, കടല്, പുഴ, ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. നമുക്കിവിടെ കിണറിനെ കുറിച്ച് എഴുതാം. ഒരു പ്രധാന ജലസ്രോതസ്സാണ് കിണർ. കിണർ വെള്ളം വീട്ടാവശ്യത്തിനായി ഉപയോഗിക്കുന്നു. കുടിക്കാനും പാചകം ചെയ്യാനും അലക്കാനും വൃത്തിയാക്കാനും കിണർ വെള്ളം നാം ഉപയോഗിക്കാറുണ്ട്. മതിൽ കെട്ടി വലയിട്ട് വൃത്തിയായി വേണം കിണർ സൂക്ഷിക്കാൻ. 2 വർഷത്തിലൊരിക്കൽ ചേറെടുത്ത് കിണർ വൃത്തിയാക്കേണ്ടതാണ്. ഇങ്ങനെ എഴുതുക കേട്ടോ. പ്രവർത്തനം 5 മാന്ത്രിക പേപ്പർ. ക്ലാസ്സിൽ ചെയ്ത പരീക്ഷണം കണ്ടല്ലോ. പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് കേട്ടോ. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പരീക്ഷണം അല്ലേ, ഇതുപോലത്തെ ഒരു പരീക്ഷണം ടീച്ചർ അവിടെ കാണിക്കൂ കേട്ടോ. ക്ലാസ്സിൽ വന്നിട്ട് ഒരു ഗ്ലാസ് ടംബ്ലറില് പകുതിയോളം വെള്ളം എടുത്തിട്ട് വേറൊരു ചില്ല് ഗ്ലാസ്സില് പേപ്പർ അടിയിൽ മടക്കി വെച്ചിട്ട് ഈ ചില്ല് ഗ്ലാസ് ഈ ഗ്ലാസ് ടംബ്ലറിലെ വെള്ളത്തിലേക്ക് കമഴ്ത്തു കേട്ടോ. എന്നിട്ട് ഈ ഗ്ലാസ് പുറത്തോട്ട് എടുക്കും. അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന പേപ്പർ ഇല്ലേ, അത് നനഞ്ഞിട്ടുണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അത് നനയാതിരുന്നിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും? ഗ്ലാസിന്റെ ഉള്ളില് വായു ഉള്ളത് കൊണ്ടാണ് ഈ പേപ്പർ നനയാതിരുന്നത്. വായു ഉള്ള ഗ്ലാസ് നമ്മൾ വെള്ളത്തിലേക്ക് കമഴ്ത്തുന്ന സമയത്ത് എന്ത് ചെയ്യില്ല? വെള്ളം ഗ്ലാസിന്റെ ഉള്ളിലേക്ക് കടക്കില്ല കേട്ടോ. അതെന്തുകൊണ്ടാണ്? വെള്ളത്തിനും വായുവിനും കൂടി ഒരു സ്ഥലം ഒരേ സമയത്ത് നിലനിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതായത് വായുവിന് നിൽക്കാൻ സ്ഥലം ആവശ്യമാണ്. അതുകൊണ്ടാണ് വെള്ളം കേട്ടോ ഗ്ലാസിന്റെ ഉള്ളിലേക്ക് കടക്കാതെ പേപ്പർ നനയാതിരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഇനി പരീക്ഷണത്തിന്റെ പേര് എഴുതണം. അതുപോലെ തന്നെ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതണം. പരീക്ഷണം ചെയ്യുന്ന വിധം എഴുതണം. നിങ്ങളുടെ കണ്ടെത്തലുകളും എഴുതണം കേട്ടോ. അപ്പൊ പരീക്ഷണത്തിന്റെ പേരെന്താണ്? വായുവിന് സ്ഥലം ആവശ്യമാണ് എന്നാണ് അല്ലെ. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? ടീച്ചർ എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിച്ചത്? ഒരു ടംബ്ലർ വെള്ളം, ഒരു ഗ്ലാസ്, ഒരു കടലാസ് കഷ്ണം. ഇനി പരീക്ഷണം ചെയ്യുന്ന വിധം എങ്ങനെയാ ടീച്ചർ പരീക്ഷണം ചെയ്തത്? ഗ്ലാസിന്റെ അടിഭാഗത്ത് ഒരു കടലാസ് കഷ്ണം മടക്കി ഉറപ്പിക്കുക. ഗ്ലാസ് തലകീഴായി പിടിക്കുക. വെള്ളം നിറച്ച ടംബ്ലറിലേക്ക് ഗ്ലാസ് നേരെ താഴേക്ക് മുക്കുക. ഗ്ലാസ് പുറത്തെടുത്ത് കടലാസ് പരിശോധിക്കുക.
ഇത്രയാണ് പരീക്ഷണം ചെയ്യുന്ന വിധം. നിങ്ങളുടെ കണ്ടെത്തൽ എന്താണ്? കടലാസ് നനഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ കടലാസ് നനയുന്നില്ല. എന്താണ് കാരണം എന്നും കൂടി എഴുതുക കേട്ടോ. ഗ്ലാസിനുള്ളിലെ വായു സ്ഥലം കൈയടക്കുന്നതിനാൽ വെള്ളം ഗ്ലാസിനുള്ളിലേക്ക് കയറുന്നില്ല. അതിനാൽ വായു സ്ഥലം കൈയടക്കുന്നു എന്ന് മനസ്സിലാക്കാം എന്ന് എഴുതുക കേട്ടോ.